പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2024 മെയ് മാസം 28 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ അവൈക്കനിങ് എന്ന സ്പെഷ്യൽ മീറ്റിങ്ങിൻ്റെ 2ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. സന്തോഷത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? എത്ര അതിശയമായിട്ട് സൂക്ഷിച്ചല്ലേ? എത്ര അത്ഭുതകരമായിട്ട് സൂക്ഷിച്ചു. നേരിടാവുന്ന എല്ലാ അനർത്ഥങ്ങളെയും അപകടങ്ങളെയും രോഗങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് ദൂരീകരിച്ചു കളഞ്ഞു. തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ മറച്ചു. ശത്രുവാകുന്നവൻ്റെ ദൃഷ്ടി വീഴാതെ നമ്മളെ സൂക്ഷിച്ചു. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു കഴിഞ്ഞ പകൽക്കാലം കർത്താവ് കാത്തു പരിപാലിച്ചത്? ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. സ്തോത്രം സ്തോത്രം സ്തോത്രമപ്പ, സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം അങ്ങാ ഞങ്ങളെ നടത്തിയത്, അങ്ങാ ഞങ്ങളെ സൂക്ഷിച്ചത്, അങ്ങാ ഞങ്ങൾക്ക് സംരക്ഷണം തന്നത്. നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? അതിനായിട്ട് കർത്താവിന് കാര്യം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് സ്തോത്രം പറഞ്ഞേ. സ്തോത്രമപ്പ, സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയൊന്ന് ഓർത്തിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ആനന്ദത്തോടെ സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവ് വിശ്വസ്തനാകുന്നു. ഇന്ന് പകൽക്കാലം നമ്മളിലൂടെ കർത്താവ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെയൊക്കെ ഒന്ന് ഓർത്ത് സ്തോത്രം പറഞ്ഞ് ഇന്ന് നമ്മളിലൂടെ അനേകരെ സൗഖ്യമാക്കുന്നതിനായിട്ട് സ്തോത്രം പറയാം, അനേകരെ സമാധാനിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം, അനേകരെ ജീവൻ്റെ വഴികളിലേക്ക് നടത്തുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മളോട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. 138-ാം സങ്കീർത്തനം അതിൻ്റെ ആരംഭവാക്യത്തിൽ പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. അങ്ങനെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പൂർണ്ണ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യണം. ആമേൻ. 2ാമത്തെ വാക്യത്തിൽ പറയുക, അങ്ങയുടെ വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം ഞാൻ തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വിശ്വസ്തതയും ദയയും നിമിത്തം ഈ പ്രഭാതത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യും. എല്ലാവരും ഒന്ന് ഓർത്ത് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ആമേൻ. കർത്താവിന് നന്ദിയോടെ ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞു. കർത്താവേ, അങ്ങ് നല്ലവന്, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പിതാവേ, നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ, സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ, സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ, സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു. അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം പറയുക. എല്ലാവരെയും അനുഗ്രഹിക്കുക. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ, അവരുടെ മനസ്സിലെ വിഷമങ്ങളുണ്ട് കർത്താവേ, അവർ നേരിടുന്നതായ പ്രയാസങ്ങളുണ്ട് കർത്താവേ, അവരെ ആകുലപ്പെടുത്തുന്ന പല വിഷയങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഞങ്ങൾ അങ്ങയുടെ കൈകളിലേക്ക് തരിക. ഇന്ന് പകൽക്കാലം ദൈവിക സമാധാനം അവരെ അങ്ങ് മൂടട്ടെ കർത്താവേ. ഒരു പുതപ്പ് കൊണ്ട് എങ്ങനെ മൂടുന്നോ അതുപോലെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ സമാധാനത്താൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും മൂടപ്പെടുമാറാകട്ടെ. സ്വർഗീയ സമാധാനം അനുഭവിക്കട്ടെ, സ്വർഗീയ സമാധാനം അനുഭവിക്കട്ടെ, സ്വസ്ഥത അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. എല്ലാ ആകുലതകളും മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ കർത്താവേ. എല്ലാ ഭയങ്ങളും മാറി സ്വസ്ഥത അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് അപ്പോൾ രോഗികളായിരിക്കുന്നവരെ ഞങ്ങളുടെ കൈകളിലേക്ക് തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കട്ടെ. ആമേൻ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ. നാളുകളായി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, ആമേൻ ആമേൻ, യാത്രയിൽ മരുന്ന് കൊണ്ട് നടക്കുന്നവർ, ആമേൻ, വീടിനകത്ത് ഷെൽഫിനകത്ത് മൊത്തം മരുന്ന് നിറച്ചു വെച്ചിരിക്കുന്നവർ, ഇന്ന് പൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യെസ്, യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കട്ടെ, സ്വസ്ഥത പ്രാപിക്കട്ടെ. അത്ഭുതകരമായ വിടുതൽ ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. കർത്താവെ, ലോകവ്യാപകമായി കർത്താവിന് വേല ചെയ്യുന്ന അഭിഷിക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ആസ്മയാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ അലർജികളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അലർജികളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആമേൻ. അതുപോലെ കർത്താവേ,
ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സ്പെഷ്യൽ മീറ്റിംഗ്സിൻ്റെ 2-ാം ദിവസം അനുഗ്രഹിക്കണം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് രാത്രി കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ അവൈക്കനിങ്ങിൻ്റെ 2-ാമത്തെ ദിവസം. ആമേൻ. ഇന്നലെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു, അസാധാരണമാക്കി തീർത്തു. ഇന്ന് അതിലും കൂടുതലായി കർത്താവ് അനുഗ്രഹിക്കും. ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, മുന്നേറ്റത്തിൽ നിന്ന് മുന്നേറ്റത്തിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ മീറ്റിംഗ് മുടക്കാതെ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ വചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇതൊരു അസാധാരണമായ ദൈവിക രഹസ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അവൻ ദൈവികമായത് സ്വീകരിക്കുവാനും അവൻ പ്രാർത്ഥനകൾ അത്ഭുതമായി മറുപടി വരുന്നത് കാണാനുമൊക്കെയുള്ള ഒരു ദൈവിക സീക്രട്ടാണ്. ഇവിടെ പറഞ്ഞ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഇന്ന ആളെന്നില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ക്രിസ്തുവിൽ ഒത്തിരി വലിയ ആളുകളുണ്ട്, അഭിഷക്തന്മാർ. അങ്ങനെയല്ല. ആരെങ്കിലും, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരുമായിക്കോട്ടെ, ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തെ എപ്പോഴും സംശയിപ്പിക്കുക എന്നുള്ളത് പിശാചിൻ്റെ ഒരു പദ്ധതിയാണ്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സംശയം കൊണ്ടിടും. നമ്മുടെ മനസ്സിൽ എന്നാ ചെയ്യും? സംശയം കൊണ്ടിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ആരെങ്കിലും ഹൃദയത്തിൽ എന്ത് ചെയ്യരുത്? നോ, സംശയിക്കാൻ പാടില്ല. സംശയിക്കരുത്. ദൈവവചനം പിശാച് ഹവ്വയോട് ചോദിച്ചതുപോലെ അവൻ എപ്പോഴും സംശയിപ്പിക്കുന്നതായ ചോദ്യം, ഇങ്ങനെയൊക്കെ നടക്കുമോ? കാരണം അങ്ങനെയൊക്കെ വചനത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അമ്മേൻ. ഇത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുമ്പോഴേ ഓർത്തോണം, ദൈവമല്ല കൊണ്ടുവരുന്നത്, പിശാചാണ് കൊണ്ടുവരുന്നത്. അപ്പം ആരെങ്കിലും ഹൃദയത്തിൽ എന്ത് ചെയ്യണം? അവൻ്റെ അടിപ്പെടലാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇനി അതിനകത്ത് വേറെ അപ്പീലില്ല. കീഴ്ക്കോടതി ഒരു വിധിച്ചാൽ നമുക്ക് മേൽക്കോടതിയിൽ കൊണ്ട് അപ്പീൽ കൊടുക്കാം. അവിടുന്ന് ഒരു വിധി ഉണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ കൊണ്ട് നമുക്ക് അപ്പീൽ കൊടുക്കാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞ കാര്യത്തിന് അപ്പീൽ കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അതിൻ്റെ മുകളിലൊരു വാക്കില്ല. പറഞ്ഞു, എൻ്റെ അടിപ്പിടലാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വേറെ ചോദ്യങ്ങളില്ല. പിശാച് പറയും പിന്നെ അങ്ങനൊന്നുമില്ല. നമ്മൾ പറഞ്ഞ അങ്ങനല്ല. ദൈവവചനത്തിന് യാതൊരു മാറ്റവുമില്ല. അത് സർവശക്തനായ ദൈവത്തിൻ്റെ വചനമാണ്. ഇതിൻ്റെ മുകളിലൊന്നുമില്ല. സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോവുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഇവിടെ 3 പ്രാവശ്യം പറയുന്നു, പറഞ്ഞതുപോലെ പറഞ്ഞു. സേ നീ പറയുന്നു. അപ്പോൾ നമ്മൾ എന്തു പറയുന്നു എന്നുള്ളതല്ല വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ അവൻ പർവ്വതത്തെ നോക്കിയിട്ട് ആ പർവ്വതത്തോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ പ്രശ്നം, എല്ലാവരുടെയും മുമ്പിൽ ഒത്തിരി പർവ്വതങ്ങൾ കാണും. ഒരു സമയത്ത് ഒരു പർവ്വതത്തെ ഡീൽ ചെയ്യുക, ഒറ്റ പർവ്വതത്തെ നോക്കുക. എന്നിട്ട് പറയുക, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് നീങ്ങിപ്പോകും. അത് നീങ്ങിപ്പോകുന്നത് വരെ പറയുക. പോകുമെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോവുക തന്നെ ചെയ്യും. പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിൽ സംശയം കൊണ്ടുവരിക, അത് പിശാചിൻ്റെ ജോലിയാണ്. പക്ഷെ നമ്മളത് കാണണം. എന്നിട്ട് പറയണം, പോകുമെന്ന് ആ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പോകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ രോഗം മാറുന്നത് വരെ പറയണം. ആ കൊച്ചിൻ്റെ സ്വഭാവം നന്നാകുന്നത് വരെ പറയണം. ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് വരെ പറയണം. ആ ബുദ്ധിമുട്ട് ദേശത്തുനിന്ന് മാറുന്നത് വരെ പറയണം. പറയുമ്പോൾ അതുപോലെ സംഭവിക്കും. അപ്പോൾ പറഞ്ഞാൽ അവിടെ 3 പ്രാവശ്യം പറയുന്നു, നീങ്ങി വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ കടലിൽ ചാടി പോവുക എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു പറഞ്ഞാൽ, പിന്നെ വീണ്ടും അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ തന്നെ 3 പ്രാവശ്യം മേളിലും പറയുന്നു, താൻ പറയുന്നത് സംഭവിക്കും. അപ്പോൾ പറയുന്നതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തൊട്ട് പറയാൻ പഠിക്കണം. സാഹചര്യങ്ങളെ നോക്കിയിട്ട് എന്തൊരു വലിയ പ്രശ്നമാണ് എന്ന് പറയാതെ, പ്രശ്നമേ, നിന്നോട് ഞാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുക, എൻ്റെ മുമ്പിൽ നിന്നും മാറി നിൽക്ക്. ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ നിന്നും മാറിപ്പോക എന്ന് പറയാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പറയുക. ഇന്നു മുതൽ നിങ്ങളുടെ ജോലിയിലെ വിഷയത്തെ നോക്കിയിട്ട് പറയുക. നിങ്ങളുടെ മുമ്പിലെ തടസ്സത്തെ നോക്കിയിട്ട് മാറാൻ കൽപ്പിക്കുക. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം എന്തുമായിക്കോട്ടെ, നിങ്ങളെ അലട്ടുന്ന വിഷയം എന്തുമായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ നാമത്തിൽ മാറാൻ പറയണം. എന്ന് വരെ പറയണം. എന്ന് മാറുന്നു അന്ന് വരെ പറയണം. അതുകൊണ്ട് ഇന്നു മുതൽ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇന്നലെ പറഞ്ഞു, വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പറഞ്ഞു തുടങ്ങിക്കൂ. ഈ 3 ദിവസം മീറ്റിങ്ങിൽ നിങ്ങൾ 3 ദിവസം നിങ്ങൾ ചിലതൊക്കെ പറയുമ്പോൾ ചില പർവ്വതങ്ങൾ ഈ 3 ദിവസം കൊണ്ട് തന്നെ അങ്ങ് മാറിപ്പോക്കുള്ളൂ. അതുകൊണ്ട് പറയാതിരുന്നാൽ മാറത്തില്ല,
പറഞ്ഞാലേ മാറും. എന്തു പറയണം? മാറാൻ പറയണം. സമഭൂമിയാകെ. ആമേൻ, ആമേൻ. എൻ്റെ മുമ്പിൽ നിന്ന് മാറി കടലിൽ ചാടിപ്പോ. എന്തിനാ കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞെന്നറിയോ? മേലാ മടങ്ങി വരാതിരിക്കാൻ. അവൻ ഇതുവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. അവൻ മാറി മാറി വരുന്ന 2 മാസം കൂടുമ്പം വരുന്ന പ്രശ്നങ്ങൾ, വർഷം തോറും വരുന്ന പ്രശ്നങ്ങൾ, ആഴ്ചകളിൽ വരുന്ന പ്രശ്നങ്ങൾ, അത് തലവേദനയാകാം, പ്രശ്നങ്ങൾ എന്തു ആയിക്കോട്ടെ, യേശു നാമത്തിൽ പറയുക, 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 മേലാൽ മടങ്ങി വരത്തില്ല. അത് കടലിൽ ചാടിപ്പോക്കോളൂ. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. അവിടെ ധൈര്യമായിട്ട് ഇന്നുകൊണ്ട് പറയണം കേട്ടോ. പറയാൻ പഠിക്കണം. പറയേണ്ടത് പറയും. നമ്മൾ വേണ്ടാത്ത എല്ലാ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോണിൽ കൂടെ പല കാര്യങ്ങൾ പറയും, ചാറ്റ് ചെയ്യുന്നത് പല കാര്യങ്ങൾ പറയും, ശബ്ദ സന്ദേശങ്ങളിലൂടെ പല കാര്യങ്ങൾ. അതൊക്കെ നിർത്തിയിട്ട് ഇന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ പ്രശ്നത്തോട് പറയുക. അത് നിശ്ചയമായിട്ടും മാറിപ്പോകും. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. പ്രാക്ടീസ് ചെയ്യണം. കേട്ടിട്ട് മാത്രം കാര്യമില്ല. കൊള്ളാവരുത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പറയുക. നിങ്ങൾക്ക് അനുഗ്രഹമായോ? അനുഗ്രഹമായെങ്കിൽ ഈ പ്രശ്നത്തിലൂടെ പോകുന്ന കുറച്ച് പേർ കൂടി ഈ മെസ്സേജ് അയച്ചു കൊടുക്കുക. അവരും കേട്ടട്ടെ, അവരും പറയട്ടെ, അവരും വിടുതൽ പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും, ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.